കോൺഗ്രസ് 40 സീറ്റെങ്കിലും നേടാൻ പ്രാർത്ഥിക്കുന്നു. രാഹുൽ ഇതുവരെ സ്റ്റാർട്ടാകാത്ത സ്റ്റാർട്ടപ്പ്. രാജ്യസഭയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചും പരിഹസിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് രാജ്യസഭാ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസംഗവും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ പ്രസ്താവനയും പുറത്തുവന്നതോടെ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 40 സീറ്റ് കടക്കില്ല എന്ന കാര്യം ഉറപ്പായെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കോൺഗ്രസിന് 40 സീറ്റെങ്കിലും നേടാൻ താൻ പ്രാർത്ഥിക്കാമെന്നും പ്രധാനമന്ത്രി പരിഹസിച്ചു. മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസംഗം കേൾക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഇത്രമാത്രം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം എങ്ങനെ ലഭിച്ചെന്നോർത്ത് ഞാൻ അത്ഭുതപ്പെട്ടുപോയി. അപ്പോഴാണ് 2 കമാൻഡർമാരും ഡൽഹിയിലില്ലെന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ അദ്ദേഹം ഫോറം 6 അടിച്ച് മുന്നേറി. നേതാക്കളുടെ മേൽ ഒരു ഉറപ്പുമില്ലാത്ത കോൺഗ്രസ് അവരുടെ തത്വം കൊണ്ട് മോദി സർക്കാരിനെ ചോദ്യം ചെയ്യുകയാണ്, പ്രധാനമന്ത്രി പറഞ്ഞു. കോൺഗ്രസ് വിഘടനവാദവും ഭീകരവാദവും പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയുടെ മണ്ണ് വിദേശ ശക്തികൾക്ക് സമ്മാനിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷവും കോൺഗ്രസ് അടിമത്ത മനോഭാവം തുടർന്നു. രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കോൺഗ്രസ് തകർക്കുകയാണ് ചെയ്തത്. BSNL, MTNL, എയർ ഇന്ത്യ തുടങ്ങിയവയെ തകർത്തത് കോൺഗ്രസ് ആണ്. LICയുടെ ഓഹരി വില ഇന്ന് റെക്കോർഡിലെത്തി. 234 നിന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണം ഇന്ന് 254 മോദി പറഞ്ഞു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെയും മോദി പരിഹസിച്ചു. രാഹുൽ ഗാന്ധി ഇതുവരെ സ്റ്റാർട്ടാകാത്ത സ്റ്റാർട്ടപ്പാണെന്ന് മോദി പരിഹസിച്ചു. കോവിഡ് കാലത്തെ കേന്ദ്രത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മോദി എടുത്തു പറഞ്ഞു. കോവിഡ് കാലത്ത് സംസ്ഥാനങ്ങളുമായും മുഖ്യമന്ത്രിമാരുമായും ചേർന്ന് ടീമായി പ്രവർത്തിക്കാൻ സാധിച്ചു. സംസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന നയമാണ് കേന്ദ്രത്തിൻ്റേതെന്നും മോദി കൂട്ടിച്ചേർത്തു.